വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോ ഹബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 22-13-5 സെറ്റ് സുവോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് പീരീഡ് കംസ് അണ്ടർ മീസോസോയിക് എറ? മീസോസോയിക് എറയിൽ വരുന്ന പീരീഡ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 1, 2 and 4. ഏതൊക്കെയാണ്? ക്രിട്ടീഷ്യസ്, ജുറാസിക്, ട്രയാസിക്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വാസ് ഹെൽഡ് അറ്റ്. വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എവിടെയിരുന്നു? ഓപ്ഷൻ എ. അടുത്തത്, ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിക്കൻ അറ്റ് സക്സസീവ് ട്രോഫിക് ലെവൽ ഈസ് നോൺ ആസ്. ടോക്സിക്കൻ കോൺസെൻട്രേഷൻ കൂടി വരുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ സി, ബയോമാഗ്നിഫിക്കേഷൻ. അടുത്തത്, ഗ്ലൂക്കഗൺ ഈസ് എ ഹൈപ്പർ ഗ്ലൈസമിക് ഹോർമോൺ. ഇറ്റ് പ്രൊമോട്ട്. നമുക്കറിയാം ഗ്ലൂക്കഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നതാണ് ഗ്ലൂക്കഗൺ. അതുകൊണ്ട് അതൊരു ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ആണ്. അപ്പോൾ ഇത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് കൂട്ടാനായിട്ട് ഇവർ എന്തൊക്കെയാ ചെയ്യുന്നത്? ഓപ്ഷൻ ബി 1 and 4, അതായത് ഗ്ലൈക്കോജീനോലൈസിസ്, അതായത് ഗ്ലൈക്കജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കാനും, അതുപോലെ തന്നെ നാലാമത്തേതാണ് ഗ്ലൂക്കോനിയോജനസിസ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് ഗ്ലൂക്കഗൺ പ്രൊമോട്ട് ചെയ്യുന്നത്, ഗ്ലൈക്കോജീനോലൈസിസ് ആൻഡ് ഗ്ലൂക്കോനിയോജനസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ, റോയൽ ജെല്ലി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹൈപ്പോഫാരിഞ്ചൽ ഗ്ലാൻഡ് ഓഫ് ക്യൂൺ. ഇല്ല, റോയൽ ജെല്ലി ഉണ്ടാക്കുന്നത് ആരാണ്? വർക്കർ ബി ആണ്. വർക്കർ ബിയുടെ ഹൈപ്പോഫാരിഞ്ചൽ ഗ്ലാൻഡിൽ നിന്നാണ് റോയൽ ജെല്ലി ഉണ്ടാക്കുന്നത്. റോയൽ ജെല്ലി കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ക്യൂൺ ആണ്. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. റോയൽ ജെല്ലി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈപ്പോഫാരിഞ്ചൽ ഗ്ലാൻഡ് ഓഫ് ക്യൂൺ എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, അമൻസാലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അമൻസാലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാർട്ട്ണറിന് ഹാംഫുള്ളും മറ്റാൾക്ക് ന്യൂട്രലും ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി. അടുത്തത്, ഇൻ എ ട്രാൻസ്ലേഷണൽ യൂണിറ്റ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ, അതായത് UTR എന്ന് പറയുന്ന അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ എവിടെയൊക്കെയാണ് കാണുന്നത്? എവിടെയൊക്കെ കാണും? ഒന്ന് സ്റ്റാർട്ട് കോഡോണിന് മുന്നേ സ്റ്റോപ്പ് കോഡോൺ കഴിഞ്ഞിട്ടാണ് UTR കാണുന്നത്, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. അപ്പോൾ ഓപ്ഷൻ ഡി. അടുത്തത്, ആൻ എക്സാമ്പിൾ ഓഫ് നെഗറ്റീവ് സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന നെഗറ്റീവ് സ്റ്റെയിനിന് എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻ സി, യൂറിനൈൽ അസിറ്റേറ്റ്. അപ്പൊ യൂറിനൈൽ അസിറ്റേറ്റ് ആണ് അതിന് എക്സാമ്പിൾ. അടുത്തത്, ഇൻ ക്രബ്സ് സിട്രിക് ആസിഡ് സൈക്കിൾ ദ എൻസൈം ദാറ്റ് കൺവേർട്ട് സിട്രിക് ആസിഡ് ടു ഐസോസിട്രിക് ആസിഡ് ഈസ്. സിട്രിക് ആസിഡിനെ ഐസോസിട്രിക് ആസിഡ് ആക്കി മാറ്റുന്ന എൻസൈം ഏതാണ്? ഓപ്ഷൻ എ, അക്കോണിറ്റേസ്. അക്കോണിറ്റേസ് എന്ന് പറയുന്ന എൻസൈം ആണ് അതിന് സഹായിക്കുന്നത്. അടുത്തത്, ഇൻ യൂറിയ സൈക്കിൾ ഹൈഡ്രോലൈസിസ് ഓഫ് L-arginine to L-ornithine ആൻഡ് യൂറിയ ഈസ് കാറ്റലൈസ്ഡ് ബൈ. അപ്പൊ L-arginine L-ornithine യൂറിയം ആക്കി മാറ്റുന്നില്ലേ, ആ ഒരു പ്രോസസ്സ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഓപ്ഷൻ എ, ആർജിനേസ്. ഓക്കെ. അടുത്തത്, ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ് ഈസ് സെഡിമെന്റേഷൻ. ഏതിന്റെയാണ് സെഡിമെന്റേഷൻ? ഓപ്ഷൻ ബി, സെൻട്രിഫ്യൂഗ്. അടുത്തത്, ടൈപ്പ് ഓഫ് സ്പീഷിയേഷൻ കോസ് ടു റീപ്രൊഡക്റ്റീവ് ഐസോലേഷൻ. റീപ്രൊഡക്റ്റീവ് ഐസോലേഷൻ വരുന്നത് ഏതാണ്? സിംപാട്രിക്. ഓക്കെ. അടുത്തത്, എ ഗ്രൂപ്പ് ഓഫ് ജീൻ ദാറ്റ് പ്രൊഡ്യൂസ് സ്പെസിഫിക് ഫിനോടൈപ്പ് ഓർ ട്രൈറ്റ് ഓൺലി വെൻ എക്സ്പ്രസ് ടുഗദർ. ഏതാണ്? പോളിജീൻസ്. ഓക്കെ. അടുത്തത്, എ ക്ലിനിക്കൽ കണ്ടീഷൻ വെൻ ഹാർട്ട് റേറ്റ് ഇസ് ബിലോ 60 per minute. 60 മിനിറ്റിന് കുറവാണ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു കണ്ടീഷനാണ് ബ്രാക്കികാർഡിയ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, മൈക്രോ ഓർഗാനിസം സർവൈവ് ഇൻ ഹൈ ഓസ്മോട്ടിക് പ്രഷർ. ഏതാണ്? ഓസ്മോഫൈൽസ്. ഓസ്മോഫൈൽസ് ആണ് എന്ത്? ഹൈ ഓസ്മോട്ടിക് പ്രഷറിൽ സർവൈവ് ചെയ്യുന്നവർ. അടുത്തത്, സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്ട്രയേറ്റഡ് മസിൽ ടിഷ്യൂ. മസിൽ ടിഷ്യൂന്റെ സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്, സ്മോളസ്റ്റ് മസിൽ യൂണിറ്റ് ആണ് എന്ത്? ഓപ്ഷൻ സി, സാർക്കോമിയർ. അടുത്തത്, ഓട്ടോട്രോഫിക് കമ്പോണന്റ് ഇൻ ലൈക്കൺ. ലൈക്കണിലുള്ള ഓട്ടോട്രോഫിക് കമ്പോണന്റ് ആണ് എന്ത്? ഓപ്ഷൻ എ, ഫൈക്കോബയോൺ. അടുത്തത്, പ്രൈമറി ഫങ്ഷൻ ഓഫ് ലിപ്പോപ്രോട്ടീൻ ഈസ് ട്രാൻസ്പോർട്ട്. ലിപ്പോപ്രോട്ടീൻ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ലിപ്പിഡ്സിലാണ്, ഹൈഡ്രോഫോബിക് ലിപ്പിഡ്സ്. അടുത്തത്, എനി ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ടു എ പർട്ടിക്കുലർ ഓർഗാനിസം ഈസ് റെഫർഡ് ടു അസ്. ഒരു ഓർഗാനിസം ഒരു ഓർഗാനിസത്തിന് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ഇതിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് അഡാപ്റ്റ് ചെയ്തു, ആ ഒരു കണ്ടീഷൻ അഡാപ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. അടുത്തത്, ഹോളോബ്ലാസ്റ്റിക് റൊട്ടേഷണൽ ക്ലീവേജ് ഒക്കേഴ്സ് ഇൻ എവിടെയാണ്? ഓപ്ഷൻ സി, മാമ്മൽസ്. അടുത്തത്, ഹൈ കോൺട്രാസ്റ്റ് ഇമേജസ് ഓഫ് ലിവിംഗ് സെൽ ആർ ഒബ്റ്റെയിൻഡ് ബൈ. എങ്ങനെയാണ്? ഓപ്ഷൻ സി, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. അടുത്തത്, ദ ജനറ പാരൻത്രോപ്പസ്, ഹോമോ ആൻഡ് കെന്യാത്രോപ്പസ് ഇവോൾഡ് ഫ്രം. അപ്പൊ ഈ പാരൻത്രോപ്പസ്, ഹോമോ ആൻഡ് കെന്യാത്രോപ്പസ് എന്ന് പറയുന്ന ജനറ
എവിടെ നിന്ന് ഇവോൾവ് ചെയ്തേക്കുന്നതാണ്? ഓപ്ഷൻ ബി ആസ്ട്രലോപിത്തിക്കസ്. അടുത്തത് മാച്ച് ദ ബയോജോഗ്രഫിക് സോൺസ് വിത്ത് ഇറ്റ്സ് ബയോട്ടിക് പ്രൊവിൻസസ്. ഏതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? കോസ്റ്റ്, ഡെക്കൻ പെനിൻസുല, ട്രാൻസ് ഹിമാലയ, സെമി അറേറ്റ്. അപ്പൊ ഇതിൽ നമുക്ക് ട്രാൻസ് ഹിമാലയ ലഡാക്ക് ആണെന്ന് അറിയാം ഇല്ലേ? അത് കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെന്താണ്? ലക്ഷദ്വീപ് ഒരു കോസ്റ്റ് ആണ്. സോ ഞാൻ വായിച്ചുതരാം. കോസ്റ്റ് എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ്, ഡെക്കൻ പെനിൻസുലയാണ് പഞ്ചാബ് പ്ലെയിൻ, ട്രാൻസ് ഹിമാലയാണ് ലഡാക്ക് മൗണ്ടെയിൻ, സെമി അറൈഡ് ആണ് ചോട്ടാ നാഗ്പൂർ. അടുത്തത് ദ സ്ട്രാറ്റജി ഓഫ് കൺസേർവിംഗ് എൻഡേഞ്ചർഡ് സ്പീഷീസ് ഇൻ നാച്ചുറൽ ഹാബിറ്ററ്റ്. അതിൻ്റെതായിട്ടുള്ള ഹാബിറ്ററ്റിലാക്കുന്നതാണ് ഇൻസിറ്റ് കൺസർവേഷൻ. സോ ഓപ്ഷൻ എ ഇൻസിറ്റ് കൺസർവേഷൻ. Next question, the affinity of hemoglobin towards O2 is decreased due to option A decrease in pH. അടുത്തത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് റേറ്റ് ഓഫ് ആൻ ആവറേജ് ഹ്യൂമൺ. ഒരു ആവറേജ് ഹ്യൂമന്റെ ഗ്ലോമറൽ ഫിൽട്രേറ്റ് റേറ്റ് GFR എത്രയാണ്? ഓപ്ഷൻ ബി 180 ലിറ്റർ പെർ ഡേ. അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റമിൻ കെ സെർവ് ആസ് ദ എസെൻഷ്യൽ കോഫാക്ടർ ഫോർ. വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബോക്സിലേസിന്റെ എസെൻഷ്യൽ കോഫാക്ടർ ആണ്. അടുത്തത് ദ ഇനാക്റ്റീവ് ആൻജിയോടെൻസിനോജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ. ഇനാക്റ്റീവ് ആൻജിയോടെൻസിനോജൻ എവിടെയാണ് ഉള്ളത്? ലിവറിലാണ് ഉള്ളത്. അടുത്തത് എൻസൈം റെസ്പോൺസിബിൾ ഫോർ ക്ലീവേജ് ഓഫ് സ്മൂത്ത് മസിൽ മയോസിൻ. ഏതാണ്? ഓപ്ഷൻ സി കൈമോട്രിപ്സിൻ. അടുത്തത് പെസ്റ്റിസൈഡ് റെസിസ്റ്റൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മൈക്രോ എവല്യൂഷൻ. അപ്പൊ പെസ്റ്റിസൈഡ് റെസിസ്റ്റൻസ് എന്തിന്റെ എക്സാമ്പിൾ ആണ്? മൈക്രോ എവല്യൂഷന്റെ എക്സാമ്പിൾ ആണ്. അടുത്തത് പാർട്ട് ഓഫ് ഫ്ലെയിം ഫോട്ടോമീറ്റർ യൂസ്ഡ് to send homogeneous solution into the flame at a balanced rate. ഏതാണ്? ഓപ്ഷൻ എ ബർണർ. അടുത്തത് ലെക്റ്റിൻ ചാപ്പറോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ സി കാൽനെക്സിൻ. അടുത്തത് എ ലൊക്കേഷൻ ഇൻ ജീനോം വെയർ ഷോർട്ട് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഈസ് ഓർഗനൈസ്ഡ് ആസ് ടാൻഡം റിപ്പീറ്റ്. ഏതാണ്? ഓപ്ഷൻ എ VNTR. അടുത്ത ക്വസ്റ്റ്യൻ, വെൽവെറ്റ് വേംസ് ബിലോങ്സ് ടു ഫൈല. വെൽവെറ്റ് വേംസ് ഏത് ഫൈലയിലാണുള്ളത്? ഓപ്ഷൻ എ ഓണൈക്കോഫോറ. In the next question, standard error of sample mean. Standard error of sample mean is equal to option A. അടുത്തത് ബയോടെക്നോളജിക്കൽ മെത്തേഡ് ടു ഡിറ്റക്ട് സ്പെസിഫിക് DNA മോളിക്യൂൾ. ഏതാണ്? സദേൺ ബ്ലോട്ടിംഗ്. നമുക്കറിയാലോ, DNA എന്ന് പറയുമ്പോൾ സദേൺ ആണ്, RNA എന്ന് പറയുമ്പോൾ നോർത്തേൺ ആണ്, പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ആണ്. ഓക്കെ, ദ ഫോളോയിങ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വഴി ഉണ്ടാവുന്ന രോഗം ഏതാണ്? ഓസ്റ്റിയോമലേഷ്യ. അപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി വഴി ഉണ്ടാവുന്ന രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ. അടുത്തത് സ്പ്ലിറ്റിംഗ് ഓർ മൈഗ്രേഷൻ ഓഫ് വൺ ഷീറ്റ് ഓഫ് സെൽസ് ഇൻടു ടു in bird hypoplast during gastrulation is termed as, അതിനെയാണ് ഡീലാമിനേഷൻ എന്ന് പറയുന്നത്. സ്പ്ലിറ്റിംഗ് ഓർ മൈഗ്രേഷൻ ഓഫ് വൺ ഷീറ്റ് ഓഫ് സെൽ ഇൻടു ടു ഇൻ ബേർഡ് ഹൈപ്പോബ്ലാസ്റ്റ് ഡ്യൂറിംഗ് ഗ്യാസ്ട്രുലേഷൻ ഈസ് termed as ഡീലാമിനേഷൻ. അടുത്തത് ജീൻ ബാങ്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ. എവിടെയാണ്? ബെതസ്ഡ. ജീൻ ബാങ്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബെതസ്ഡയിലാണ്. അടുത്തത് ക്രോമസോമൽ അബ്നോർമാലിറ്റി കോസ് ഡ്യൂ ടു ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ക്രോമസോം 9 and 22. ഏതാണ്? ഫിലാഡൽഫിയ ക്രോമസോം. അടുത്തത് സോഡിയം ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് അക്രോസ് ദ മെംബ്രെയിൻ ഓർ സ്മോൾ ഇൻഡസ്റ്റൈൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഏതാണ്? ഓപ്ഷൻ എ സിംപോർട്ട്. അടുത്തത് ഫോർമേഷൻ ഓഫ് അറ്റാച്ച്മെന്റ് പ്ലഗ് ഒക്കർ ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് മിയോസിസ്. ഏതാണ്? ലെപ്റ്റോട്ടിലാണ് ഫോർമേഷൻ ഓഫ് അറ്റാച്ച്മെന്റ് പ്ലഗ്. ഓക്കെ. അടുത്തത് ഡോളിയോകോൾ പ്ലേ എ റോൾ ഇൻ ദ കോ ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ നോൺ ആസ് N-glycosylation ഇൻ ദ ഫോം ഓഫ്. ഓപ്ഷൻ സി ഡോളിക്കോൾ ഫോസ്ഫേറ്റ്. അടുത്തത് RT-PCR എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓപ്ഷൻ ബി. അടുത്തത് ദ സിൻഡ്രോം ഇൻ വിച്ച് പേഴ്സൺ ഹാസ് എക്സ്ട്രാ ക്രോമസോം 13. ഏതാണ്? പറ്റാവോ സിൻഡ്രോം ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ വുഡ് യു ഫൈൻഡ് റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് ഇൻ രാമചന്ദ്രൻ പ്ലോട്ട്. ഏതാണ്? ഓപ്ഷൻ എ. അടുത്തത് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കാൽവിൻ സൈക്കിൾ ഈസ് കാറ്റലൈസ്ഡ് ബൈ. ഏതാണ്? ഓപ്ഷൻ സി റുബിസ്കോ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫംഗ്ഷൻ ഓഫ് പ്രോട്ടീൻ മൈക്രോ അറേ ഐഡന്റിഫിക്കേഷൻ. ഏതാണ്? ഓൾ ഓഫ് ദി എബോവ്. ഏതൊക്കെയാണ്? പ്രോട്ടീൻ ഇൻട്രാക്ഷൻ, പ്രോട്ടീൻ ഫോസ്ഫോലിപ്പിഡ് ഇൻട്രാക്ഷൻ, സബ്സ്ട്രേറ്റ് ഓഫ് പ്രോട്ടീൻ കൈനേസസ്. അടുത്തത് ഡിഫറൻഷിയേറ്റഡ് സൈനോ ബാക്ടീരിയൽ സെൽ വിച്ച് ക്യാരി ഔട്ട് നൈട്രജൻ ഫിക്സേഷൻ. ഏതാണ്? ഓപ്ഷൻ എ ഹെട്രോസിസ്റ്റ്. അടുത്തത് ദ ജനറൽ ഫോർമുല ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഏതാണ്? ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നോട്ടിഫിക്കേഷൻ വാസ് ഇഷ്യൂഡ് ഇൻ 1994. അപ്പൊ 1994 ആദ്യത്തെ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തേക്കുന്നത്. അടുത്തത് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി മീഡിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ബൈ IgE. ഓക്കെ. ദ പ്രിയോൺസ് ആർ ഇൻഫെക്ഷ്യസ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് പ്രോട്ടീനീഷ്യസ് മെറ്റീരിയൽ ഡിവോയ്ഡ് ഓഫ്. ഏതാണ്? ന്യൂക്ലിക് ആസിഡ്.
അടുത്തത് ബീഹൈവ് എക്യുപ്മെന്റ് യൂസ് ടു ട്രാപ്പ് പോളൻ ഫ്രം ദ ലെഗ് ഓഫ് ഫൊറാഗേഴ്സ്. ഏതാണ് പോളൻ ട്രാപ്പ്? അടുത്ത ക്വസ്റ്റ്യൻ തീലിറ്റോക്കി ഒക്കേഴ്സ് ഇൻ എവിടെയാണ്? ഓപ്ഷൻ സി അഫിഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ കൺട്രോൾ സർക്കാഡിയൻ ബയോളജിക്കൽ ക്ലോക്ക്? ഏതാണ്? ഓപ്ഷൻ ഡി പിക്ടോറിയൽ ലോബ്. അടുത്തത് ഗ്ലയൽ സെൽസ് വിച്ച് wrap around motor and sensory neuron to form myelin sheath. ഏതാണ്? ഓപ്ഷൻ എ ആക്സോൺ സെൽസ്. അടുത്ത ക്വസ്റ്റ്യൻ വൈറ്റമിൻ ദാറ്റ് ഫങ്ഷൻ as coenzyme in the oxidation of glucose. ഏതാണ്? തൈമീൻ. അടുത്ത ക്വസ്റ്റ്യൻ ഐഡന്റിക്കൽ നെയിം ഫോർ ടു ഡിഫറെന്റ് ടാക്സ refers to ഐഡന്റിക്കൽ നെയിം ഫോർ ടു ഡിഫറെന്റ് ടാക്സ. അതാണ് ഹോമോണി എന്ന് പറഞ്ഞാൽ. ഇനി നർമ്മദ ബച്ചാവോ ആന്തോളാൻ എവിടെയാണ് ഉള്ളത്? വാസ് ലെഡ് ബൈ, അത് ആരാ ലീഡ് ചെയ്തേക്കുന്നത്? മേധ പട്കർ. ഓക്കെ, സോ താങ്ക് യു.